11:30 ലേറ്റായിട്ട് എണീറ്റുകൊണ്ട് തന്നെ 4-5 ബ്രെഡ് ഓംലെറ്റ് ആണ് കഴിച്ചത്. അതിനുശേഷം 2-3 ജെംസ് കഴിച്ചു. ശേഷം നെയ്യ് പൊരിച്ച ഏത്തക്ക കഴിച്ചതിന് ശേഷം ഒരു പഴുത്ത പുളിയെ മാങ്ങ തന്നു. പിന്നെ ഇറങ്ങി മുറ്റത്ത് കിടക്കുമ്പോഴാണ് അപ്പൂപ്പൻ കണ്ടത്. അത് ചാടി പിടിച്ച് പറപ്പിച്ചു. പറന്നു പോകാതിരിക്കാൻ തിരിച്ചു പിടിച്ചപ്പോൾ കയ്യിൽ നിന്ന് മാങ്ങാറി ഒട്ടി അതിന്റെ പരാഗണം നിന്നു. 1 മണിയായപ്പോഴത്തേക്ക് ചോറും കപ്പയും മോരും കൊഞ്ചു റോസ്റ്റും മീൻകറിയും മാങ്ങാച്ചാറും മാത്രം കൂട്ടി ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതിന്റെ പുറകെ നല്ല എരിവുള്ള റോസ്റ്റഡ് കപ്പലണ്ടി വറക്കിത്തുന്നു. 2 മണിയായപ്പോഴത്തേക്ക് കാൽഭാഗം ഐസ്ക്രീം ഇരിക്കുന്നത് കണ്ടു. പിന്നെ അതുകൂടെ അങ്ങ് ഒതുക്കിയേക്കാമെന്ന് വിചാരിച്ചു. 2:45 ഒരു പൊടിക്ക് ചോറുമായിട്ട് ഇത്തരുന്നപ്പോൾ കമ്പനി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ വരുന്നു. 3:30 ആയപ്പോഴത്തേക്ക് 2-3 കുഴലപ്പം നിന്നു. അതിന്റെ പുറകെ മാൽക്കീസിന്റെ കുറച്ച് ബിസ്ക്കറ്റും. പിന്നെ വിശപ്പൊന്നും ഇല്ലായിരുന്നു. 4 ആയപ്പോഴത്തേക്ക് ഒരു ഏത്തയ്ക്ക് ഒരു ഗ്ലാസ് പാലും. പിന്നെ രാവിലെ എനിക്ക് ഉണ്ടാക്കി വെച്ചിരുന്ന അപ്പവും മുട്ടയും രാത്രിയിലത്തേക്ക് ഉണ്ടാക്കിയ കഞ്ഞിയും പയറും. വൈകിട്ട് 5 മണിക്ക് ശേഷം വേറൊന്നും കഴിച്ചില്ലായിരുന്നു. രാത്രി 9:30 ശേഷം കറങ്ങാൻ പോകാനുണ്ടായിരുന്നു. മുട്ടയും കഴിച്ച് ബാക്കി ഇരുന്ന കഞ്ഞിയും കൂടെ കോരി കുടിച്ചുകൊണ്ട് എഴുന്നേക്കാമെന്ന് വിചാരിച്ചു. വൈകിട്ട് എനിക്ക് വേണ്ടി പൊരിച്ചു വെച്ചിരുന്ന ഏത്തയ്ക്ക വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി വെച്ചതും കഴിച്ച് ചായയും ചൂടാക്കി കുടിച്ചുകൊണ്ട് കറങ്ങാൻ പോയി. കറങ്ങലെല്ലാം കഴിഞ്ഞ് ഹരിപ്പാട് ഉത്സവത്തിനും പോയി. ലേറ്റായി ചെന്നോണ്ട് മിക്കവാറും കടകളെല്ലാം അടച്ചു. ഉള്ള കടയിൽ നിന്ന് ആദ്യം ഒരു പൊട്ടറ്റോ ട്വിസ്റ്ററും പിന്നെ ഒരു കരിമീൻ ജ്യൂസും കുടിച്ചു. 2 ബോബി മുട്ടായി വാങ്ങിച്ചു. ആദ്യത്തെ തിന്നാൻ വളരെ മെനക്കെട്ടതുകൊണ്ട് രണ്ടാമത്തേത് ചുരുട്ടി കഴിച്ചു. അപ്പോഴാണ് കോണ് പുഴുങ്ങിയത് കണ്ടത്. പിന്നെ അതുകൂടെ വാങ്ങിച്ചു കഴിച്ചുകൊണ്ട് വീട്ടിലേക്ക്.